യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ. എന്നാൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് യൂട്യൂബിന്റെ ഡാറ്റ തീർന്നു പോകുക എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് യൂട്യൂബിന്റെ ഡാറ്റ ഒക്കെ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെ തീരാതിരിക്കാനുള്ള കുറച്ച് ടിപ്പുകൾ ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് പോയി കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മള് യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അത് എത്ര MB ആണ്, നിങ്ങൾക്ക് ആഡിയോ ക്വാളിറ്റി വേണോ, വീഡിയോ ക്വാളിറ്റി വേണോ, HD ക്വാളിറ്റി വേണോ, ആ MB സഹിതം യൂട്യൂബ് നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോഴേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള MB, ഇപ്പോൾ ആഡിയോ ആണെങ്കിൽ ആഡിയോ, പിന്നെ ഫുൾ HD ആണെങ്കിൽ ഫുൾ HD, ഡാറ്റ സേവർ ആണെങ്കിൽ ഡാറ്റ സേവർ, അങ്ങനെ ഓരോ ഇതായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് യൂട്യൂബിന്റെ വീഡിയോ കാണാം. ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നിങ്ങളെ ഡാറ്റ പെട്ടെന്ന് തീരില്ല. അതായത് നിങ്ങളാണല്ലോ യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. പലർക്കും ഇതറിയില്ല. ഇതറിയാന്നുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും. അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏത് ഓപ്ഷൻ, അത് എങ്ങനെ എനേബിൾ ചെയ്യാം, അത് എവിടെയാണ് യൂട്യൂബിന്റെ എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിനാളെ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ പുതിയ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർ പോയി നോക്കിയാൽ മതി. ഇതില് രാത്രി 9:30 തരണം. അതിന് കുറച്ച് നേരത്തെ നിങ്ങൾക്ക് തന്നെ അതിന്റെ വ്യത്യാസം കാണാൻ സാധിക്കും. നേരത്തെ കാണണമെന്നുള്ള സുഹൃത്തുക്കളെ ആ പേജ് ഫോളോ ചെയ്താൽ അതിന് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് ഏത് ഓപ്ഷൻ എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും ഏത് ഡാറ്റയിലാണ് യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യേണ്ടത്, എത്ര ഡാറ്റയാണ് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്താൽ പോകുന്നതെന്നൊക്കെ കാണിക്കും. അതിനായിട്ട് നിങ്ങൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. ശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈലിലേക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ, കുറച്ച് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ താഴെ 2 ഓപ്ഷനൊക്കെ കാണും. അതിൽ അവസാനത്തെ ഓപ്ഷനാണ് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കേണ്ടത്. അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഏതെങ്കിലും ഒരു MB നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ 100 ആണ് കൊടുക്കുന്നത്. അതായത് 100 MB ആയ നിങ്ങളെ യൂട്യൂബ് വീഡിയോ തനിയെ തന്നെ സ്റ്റോപ്പ് ആവും. മുകളിലത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്തില്ല. അതേപോലെ ചെയ്തിട്ട് അത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ഈ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ ഒന്ന് ഡിസേബിൾ ചെയ്യാതെ പോലെ പോയാൽ മതി. ഡാറ്റ സേവിങ്ങിനായിട്ട് പോയാൽ മതി. ഡാറ്റ സേവിങ്ങിൽ പോയിട്ട് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ മാത്രം അനേബിൾ ചെയ്തിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ശേഷം ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഏത് ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യേണ്ടതെന്ന് യൂട്യൂബ് തന്നെ ചോദിക്കും. അത് ആഡിയോ ക്വാളിറ്റിയിലാണെങ്കിൽ എങ്ങനെ, ഹൈ ക്വാളിറ്റിയിലാണെങ്കിൽ എങ്ങനെ, ഡാറ്റ സേവർ ആണെങ്കിൽ എങ്ങനെ, ഇനി ലാസ്റ്റ് അവസാനത്തെ ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളതുവരെ പ്ലേ ചെയ്യാൻ. ഞാനിപ്പോൾ ആഡിയോ ഇതിലാണ് പ്ലേ എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ മതി.
അത് പ്ലേ ആവുന്നതാണ്. ഇങ്ങനെ ഏത് വീഡിയോ നിങ്ങൾക്ക് ചോദിക്കുന്നത്, എക്സാമ്പിളായിട്ട് ഞാൻ വേറൊരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുന്നതാണ്. ഇത് അങ്ങനെ ചോദിക്കേണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ നിങ്ങൾ FFയിലേക്ക് പ്രസ് ചെയ്യുക. ശേഷം സെറ്റിങ്സിൻ്റെ ക്ലിയർ ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡേറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ടാൽ മതി. ഇനി ഒരു വീഡിയോ നിങ്ങൾ ഇട്ട് നോക്കിയാൽ പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണേണ്ടതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ വെറുതെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാവരും ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിന് ഞാൻ വന്നിട്ട് ഇന്ന് ചിലപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബിലുള്ളവർക്ക് നാളെ ആയിരിക്കും ഇത് പോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. അതുവരെയും